ഏയ് കടയിൽ പോയപ്പോൾ കപ്പ കിട്ടി. അപ്പോൾ നമുക്ക് കപ്പ വെച്ചിട്ടൊരു നൊസ്റ്റാൾജിയ പിടിക്കാം. അപ്പോൾ നല്ലവണ്ണം അരിഞ്ഞ് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് എടുത്തു, ചൂടുവെള്ളത്തിലിട്ടു. ഒരു വെള്ളം ഊറ്റി രണ്ടാമത്തെ വെള്ളത്തിലാണ് ഇത് വേകുന്നത്. അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി കഴിക്കണം. അതിന് വേണ്ടിയിട്ട് കൊച്ചുള്ളി, പുളി, പച്ചമുളക് ഇതെല്ലാം കൂടെ അരച്ചെടുത്തു. കടുക്, കറിവേപ്പില, വറ്റൽമുളക് എന്നിവ വെളിച്ചെണ്ണയിൽ താളിച്ച് അതിലേക്ക് ഈ കപ്പയും കുറച്ച് അധികം തേങ്ങയും ഇട്ട് ഒന്ന് കറക്കിയെടുക്കുക. അപ്പം നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. അതായത് നഗറ്റ്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് എല്ലില്ലാത്ത ഇറച്ചി എടുത്തു. അതിനെ കുക്കറിലിട്ട് ഒരു 2-3 വിസിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. കൂടെ വെളുത്തുള്ളി, ഒരു സ്ലൈസ് ബ്രെഡ്, കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും ഇട്ടിട്ട് മിക്സിലിട്ട് നല്ലപോലെ അരച്ച് എടുത്തിട്ടുണ്ട്. അതിനൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടി മൈദ, കോൺഫ്ലോർ, കുറച്ച് മുളക് പൊടി എന്നിവ ഒരു പാത്രത്തിലും പിന്നെ 2 മുട്ട മറ്റൊരു പാത്രത്തിലും കുറച്ച് ബ്രെഡ് ക്രംസ് കൊടുത്തിട്ടുണ്ട്. ആദ്യം മുട്ടയിൽ മുക്കി, ഈ മാവിൽ മുക്കി, അടുത്തത് ബ്രെഡ് ക്രംസിൽ മുക്കി ഒരുക്കുകയാണ്. ആ നഗറ്റ്സിന്റെ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ കുപ്പിയുടെ അടപ്പാണ് യൂസ് ചെയ്തത് കേട്ടോ. എന്നാലും മുരിങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് എന്നാലും കഴിച്ചു നോക്കാം. ആദ്യം നഗറ്റ്സ് കഴിക്കാം. അടിപൊളി എന്ന് വെച്ചാൽ ഹോം മെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം വേറൊന്നും ഇല്ല. ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയേ പറ്റൂ. അടുത്തതായിട്ട് കപ്പ എന്ന് പറയുമ്പോൾ വേറൊന്നും പറയില്ല, സൂപ്പർ.